ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ അയൽ രാജ്യത്ത് യുദ്ധം നടക്കുകയാണ്. കഴിഞ്ഞ 36 മണിക്കൂറായി ഇരു സൈന്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കനത്ത വെടിവെയ്പ്പ് നടക്കുകയാണ്. പാകിസ്ഥാൻ പട്ടാളക്കാർ 30 പേര് കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ അഴിഞ്ഞാടുകയാണ് താലിബാൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ചയാക്കിയിട്ടില്ല കേട്ടോ. തോർഖാം അതിർത്തി എന്ന് പറഞ്ഞൊരു അതിർത്തി ഷെല്ലാക്രമണത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ഈ പാകിസ്ഥാന്റെ വ്യാപാരത്തിനായിട്ട് പോകുന്ന വലിയ വലിയ ട്രക്കുകളെല്ലാം തന്നെ തോർഖാം അതിർത്തിയിൽ കുടുങ്ങി കിടക്കുകയാണ്. പോരാത്തതിന് ഈ തോർഖാം അതിർത്തി അടച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ വ്യാപാരം താറുമാറാകുമെന്നുള്ളത് കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഒരു സൈഡിൽ, അതായത് പാക് അധീന കശ്മീരിന് ആയിട്ട് ചേർന്ന് കിടക്കുന്ന ഖൈബർ പഖ്തൂൺ മേഖല, തോർഖാം അതിർത്തി, ഈ ഒരു സൈഡിലാണ് ഇത് നടക്കുന്നത്. 36 മണിക്കൂറായി താലിബാൻ സൈന്യം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലേക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ മരണം എത്രയുണ്ട് എന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ ഞാനെടുത്ത് പരിശോധിച്ചു. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ മാധ്യമങ്ങൾ അവരെ പുകഴ്ത്തിയല്ലേ അവർ എഴുതത്തുള്ളൂ. അപ്പോൾ അവര് പറയുന്നത് പട്ടാളം 7 പേരെ കൊന്നു, താലിബാനെ 6 പേരെ കൊന്നു, 16 പേരെ കൊന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അതിനകത്തുണ്ട്. പക്ഷെ അവസാനം അതിൽ അവർ പറയുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത്, അതായത് ബലൂച്ച് മേഖലയിൽ വേറൊരു ഗംഭീര യുദ്ധം നടക്കുകയാണ്. അത് ചൈനയും ബലൂച്ച് ലിബറേഷൻ ആർമിയും തമ്മിലുള്ളതാണ്. അവിടെയും മരിച്ചിട്ടുണ്ട് 7 പട്ടാളക്കാർ. അവിടെ 7 പട്ടാളക്കാർ ചൈനയുടെ കോപ്പർ കൊണ്ടുപോകുന്ന ചൈനയുടെ ട്രക്കുകൾ ഈ ബലൂച്ച് ആർമി ആക്രമിക്കുകയും അത് പിടിച്ചെടുക്കുകയും പോരാത്തതിന് അവിടെ ഇനി ചൈനയെ കാല് കുത്തിക്കില്ലെന്ന് പറയുകയും പട്ടാളവും ബലൂച്ച് ആർമിയും തമ്മിൽ അവിടെയും വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് പാകിസ്ഥാന്റെ നടുക്ക്, യഥാർത്ഥ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ നടുക്ക് കിടക്കുന്ന പ്രദേശം മാത്രമേ ഉള്ളൂ. ലാഹോർ, കറാച്ചിയൊക്കെ വരുന്ന ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന പ്രദേശം ഖൈബർ പഖ്തൂൺഖ്വ മേഖല എന്ന് പറയുന്ന പ്രദേശം, അവർക്ക് സ്വാതന്ത്ര്യം വേണം. അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന പാക് അധീന കശ്മീർ, അവർക്ക് പണ്ടേ സ്വാതന്ത്ര്യം വേണം. അതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ബലൂചിസ്ഥാൻ, അവർക്ക് എന്തായാലും സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് ഈ പാകിസ്ഥാനെ 3ആയിട്ട് പിളർക്കാനായിട്ട് ഇവർ റെഡിയായി ഒരു വലിയൊരു ഓപ്പറേഷൻ തന്നെ അവിടെ നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്, ഇനിയിപ്പോ ആ വാക്കിലാരും കടിച്ചു തൂങ്ങണ്ട. അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോ ബലൂച്ച് ആർമി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചൈന അവരുടെ ചൈനയ്ക്ക് ബീജിങ്ങിൽ നിന്ന് നേരിട്ട് അറബിക്കടലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടാണ് പാകിസ്ഥാനിലെ ഗ്വാദ്വാർ ടു ബീജിംഗ് എന്ന് പറയുന്ന അവരുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് റൂട്ടിൽ വരുന്ന ഒരു റൂട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പാക് അധീന കശ്മീർ വഴി അത് കടന്നു പോകുന്നുണ്ട്. ബീജിംഗിൽ നിന്ന് നേരെ ഗ്വാദ്വാർ തുറമുഖത്തിലോട്ട് വന്ന് കണക്ട് ചെയ്യാം. അവിടെ ഇപ്പൊ ചൈന 246 മില്യൺ മുടക്കി ഒരു വിമാനത്താവളം പണിതിട്ടുണ്ട്. പക്ഷെ ആ വിമാനത്താവളത്തിൽ ഫ്ലൈറ്റും ഇല്ല, ആളുമില്ല, ആരുമില്ല. വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമാണത്. ചൈന പണിത് കൊടുത്തതാ. പക്ഷെ അത് ചൈനയുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു വിമാനത്താവളം, അതും തുറക്കാൻ പറ്റുന്നില്ല. ബലൂചിസ്ഥാനിലാണെങ്കിൽ വമ്പൻ ക്ലാഷ് നടക്കുകയാണ്. ഒരു സമയത്ത് ചൈന പറഞ്ഞു ഞങ്ങൾ പിന്മാറുകയാണെന്ന് ചൈന പറഞ്ഞു. കാരണം പെട്ടുപോയി, ഞങ്ങൾ പിന്മാറുകയാണ്, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. പക്ഷെ ഇവരുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡിൽ ഒരു ഇവിടെ പൊൻതൂവലാണ്, കിരീടത്തിൽ ഒരു പൊൻതൂവലാണ് ഈ ഗ്വാദ്വാർ തുറമുഖവും ഈ വിമാനത്താവളം എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അറബിക്കടലിലോട്ട് വന്നിറങ്ങാൻ സാധിക്കുന്ന വേറൊരു റൂട്ട് അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ത്യ ഇനി വല്ല വഴിയും തുറന്നു, ഇന്ത്യ ആണെങ്കിൽ അത് ജന്മം ചെയ്താൽ തുറന്നു കൊടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇവര് നൈസായിട്ട് ഇങ്ങ് വന്ന് ഇറങ്ങാനുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ അഫ്ഗാനിസ്ഥാൻ അല്ലെ താലിബാൻ വമ്പൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ കൺക്ലൂഷൻ? ഇത് പിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? പല ആൾക്കാരും പറയുന്നുണ്ടോ പിന്നെ അതൊന്നും സംഭവിക്കില്ല, എങ്ങനെ സംഭവിക്കാനാണ്? അങ്ങനെ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി കയറിയ ശേഷം പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വിചാരിച്ചോ ആർട്ടിക്കിൾ 370 റദ്ദാക്കുമെന്ന്? ആരെങ്കിലും വിചാരിച്ചോ? ആരും വിചാരിച്ചില്ല. ഒരു സുപ്രഭാതത്തിൽ കശ്മീരിൽ മണ്ഡല പുനർനിർണയം നടത്തുന്നു, അതിനുശേഷം ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നു എന്ന് അമിത്ഷാ പറയുന്നു. അപ്പൊ തന്നെ വലിയ പ്രക്ഷോഭം തുടങ്ങുന്നു, അങ്ങനെ വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു, അത് റദ്ദാക്കുന്നു. ആരെങ്കിലും പ്രതീക്ഷിച്ചു അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമെന്ന് 2014 മുമ്പ്? ഇവിടെയുള്ള മതമൗലികവാദികളൊക്കെ സന്തോഷിച്ചിരിക്കുകയായിരുന്നല്ലോ. ഒന്നും നടന്നില്ല. കാരണം ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു അല്ലേ അത്. ഞാൻ പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഈ രാമക്ഷേത്രം പണിത് ഉദ്ഘാടനം ചെയ്ത ആ ഒരു സംഭവം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കത് കാണാൻ സാധിച്ചല്ലോ. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ, അതായത് ഇത് തകർക്കുന്ന ഒരു സമയം,
നമ്മൾ ആ ഒരു സമയത്തോട്ട് പോവുകയാണ്. അതായത് ഞാനും ബിജുചേട്ടനും ഇത് തകർക്കുന്ന ഒരു സമയം. രാമക്ഷേത്രം അവിടെ ആരാണെന്നറിയില്ല തകർക്കപ്പെടുന്നു. കാരണം ആ പള്ളിയുടെ താഴെ അമ്പലമുണ്ട്, അത് തകർക്കപ്പെടും. ആ തകർക്കുമ്പോൾ എത്രയധികം ആൾക്കാരെ അവിടെ കൊന്നൊടുക്കിയിട്ടുണ്ടായിരിക്കും. അവരൊക്കെ ആ രാത്രിയിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ രാവിലെ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും. എത്രയധികം ഭക്തര് അതിനകത്തുനിന്ന്, പൂജാരിമാര്, ഈ മുഗളന്മാരാണെങ്കിൽ ആ മക്കളെ വാരി പിടിച്ചുകൊണ്ട് ഓടിക്കാണും. രാമന്റെ തന്നെ വിഗ്രഹം എടുത്തുകൊണ്ട് ഓടാനായിട്ട് എത്ര പേര് ശ്രമിച്ചു കാണും. അന്നൊക്കെ അവരുടെ മനസ്സിൽ എന്തായാലും ഓടിക്കൊണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കി. ഈ ക്ഷേത്രം തകർന്നു പോകുന്നത് ആ ഒരു 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 ഇതുണ്ടല്ലോ, ഇനി ഒരിക്കലും പൊങ്ങി വരില്ല എന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതാ ചിന്തിക്കുന്നത്. ഇത് ഉയർന്നു വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് തകർന്ന സമയമാണ്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ, അപ്പം നമ്മൾ അതിന് സാക്ഷിയാവാൻ നിൽക്കുന്നു. അപ്പൊ ഞാൻ അവിടെ പോയ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ അയോധ്യ രാമക്ഷേത്രത്തിലോട്ട് ഇത് ഉദ്ഘാടന സമയത്ത് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പൊ അത് അവരുടെ അവിടെ എത്തിയവരൊക്കെ വിശ്വസിക്കുന്നത് എന്താ അറിയോ, ആ രാമക്ഷേത്രത്തിൽ ആ ഉദ്ഘാടന സമയത്ത് ഇപ്പൊ രജനീകാന്ത് മുതൽ സച്ചിൻ ടെണ്ടുൽക്കർ വരെ അവിടെ ഉണ്ടായിരുന്നു. അവരവിടെ വിശ്വസിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ഷേത്രവുമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. കാരണം അത് തകർക്കപ്പെട്ടതുമായിട്ടോ, അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ആ ഭാഗ്യം ലഭിച്ചതെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം ഇതൊക്കെ ഉയർന്നു വരുമെന്ന് ആരും ചിന്തിച്ചില്ലല്ലോ. അപ്പൊ ഈ പാകിസ്ഥാൻ ഇപ്പൊ രണ്ടായിട്ട് പിളർന്നു പോകുമെന്ന് പറയുമ്പോഴും പിന്നെ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കാം. എന്തായാലും ഇന്ത്യക്ക് പാക് അധീന കശ്മീർ വേണം, ഇന്ത്യയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്. കാരണം താലിബാനും ഇന്ത്യയുമായിട്ട് UAE വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ദോഹയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, പല കൂടിക്കാഴ്ചകളും നടത്തിയിട്ടുണ്ട്. നമ്മൾ അവരെ പ്രത്യക്ഷത്തിൽ അംഗീകരിക്കില്ലെങ്കിലും പരോക്ഷമായിട്ട് നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വെച്ചായിട്ടുള്ള ഒരു വസ്തുതയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് നമ്മൾ എണ്ണയും പിണ്ണാക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്, അതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താ തോന്നുന്നത്? പാകിസ്ഥാൻ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ? അതിന്റെ പിറകിൽ ഇന്ത്യയാണോ? എന്താണ് ഈ അഭിപ്രായം? പാകിസ്ഥാൻ ഒരു കാലത്തും ഒറ്റ രാജ്യമല്ല, പല രാജ്യങ്ങളാണ്. അതായത് ഈ ബലൂചിസ്ഥാൻ എന്നല്ല, ബലൂജ് പ്രവിശ്യയാണ്. അതാണ് പിന്നീട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് 4 നാട്ടുരാജ്യങ്ങൾ ചേർന്നതാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പാകിസ്ഥാനും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ബലൂചിസ്ഥാന്റെ ഖട്വ ഖാൻ എന്ന് പറയും, കലാട്ട് എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം, അതാണ് വലിയ രാജ്യം ഈ ബലൂച്ച് പ്രവിശ്യ. അതിങ്ങനെ വളഞ്ഞു പുളഞ്ഞു കിടക്കുക. അതിന്റെ ഒരു അതിർത്തി, ഈ കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തി വന്ന് മുട്ടുന്നത് ഈ ഖൈബർ പക്തൻ മേഖലയിലാണ്. ഈ ഖൈബർ ഇടനാഴി എന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ POK വഴി ഒരു റൂട്ട് നമുക്കുണ്ടായിരുന്നു, നമ്മുടെ ചരക്കുകൾ ഈ റഷ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിക്കുന്നു. ആ റൂട്ട് കിടക്കുന്ന അവിടെ. ഇനി ഇത് കറങ്ങിത്തിരിഞ്ഞതിന്റെ ഇങ്ങേയറ്റം വന്ന് കിടക്കുന്നത് നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് വരെ ഇങ്ങനെ വളർന്നു കിടക്കുന്ന ഒരു വലിയ പ്രദേശം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യ, ഏറ്റവും വലിയ ഭൂപ്രദേശം, പാകിസ്ഥാന്റെ മൊത്തം ഭൂമിയുടെ 44% ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യ. അപ്പൊ ഈ കലാട്ട് ഖാനും ഉണ്ടായിരുന്നു. ഒന്ന് കലാട്ട് ഖാൻ 3 ഓപ്ഷൻ വെച്ചിരുന്നു ബ്രിട്ടീഷ് സർക്കാർ. ഒന്നുകിൽ ഇന്ത്യയിൽ ചേരുക, അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരുക. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാം എന്ന് ഒരു കാര്യം പറഞ്ഞു. അതിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്ന് ഈ കലാട്ട്, ഖര, ഒപ്പം തന്നെ മക്ക എന്ന് പറയുന്ന 4 രാജ്യങ്ങളാണ്. ഈ 4 രാജ്യങ്ങൾ ഒരു സംയുക്തമായി നിൽക്കുന്ന 4 പ്രദേശം. അതുകൊണ്ടാണ് ഇത് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വളഞ്ഞു കാശ്മീരിന്റെ, അതായത് നമ്മളുടെ ശരിക്കും പറയാം നമ്മളുടെ ഇതുമായിട്ട് നമ്മൾ മുട്ടുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന, കണക്ട് ചെയ്യുന്നത് ഒന്ന് പാക് അധിനിവേശ കാശ്മീർ. അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവിടെയാണ് ഈ ഖൈബർ പക്തൂൺ മേഖല, ഇപ്പോൾ ഈ ധനുഷ് നേരത്തെ പറഞ്ഞ ഈ വെടിവെപ്പും ഒക്കെ നടക്കുന്ന ഖൈബർ പക്തൂൺ മേഖല, അവിടെയാണ് ഇന്ത്യ സഹായിക്കുന്നു എന്ന് പറയുന്നത്. കാരണം ഇന്ത്യക്ക് ഈ ഖൈബർ ഇടനാഴി ആവശ്യമാണ്. നമ്മൾ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുത്താൽ ഉറപ്പായിട്ട് നമുക്കിത് കിട്ടിയേ പറ്റും. ഇത് കിട്ടിയാൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവും. അതൊന്ന്. പിന്നെ നമ്മുടെ ഇവരുമായി ബന്ധപ്പെടുന്ന വേറൊരു പ്രദേശം പഞ്ചാബാണ്. അതായത് ഇവർക്ക് ഇപ്പോൾ ഈ പറയുന്ന 4 നാട്ടുരാജ്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് ഖൈബർ പക്തൂൺ പ്രദേശം, മറ്റൊന്ന് പഞ്ചാബ് സിന്ധു പ്രദേശം, അങ്ങനെ 3ആയിട്ട് നമുക്ക് അതിന് ഡിവൈഡ് ചെയ്യാം. മറ്റൊന്ന് ഈ ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറയുന്ന മേഖല, ബലൂച്ച് മേഖല എന്ന് പറയുന്ന ഈ മേഖല, അതായത് പഴയ കലാട്ട് മേഖല, കലാട്ട് രാജ്യം. ഇതിൽ ഇവരുടെ ശരിക്കും പറഞ്ഞ ഇവരുടെ അതിർത്തികൾ ഒന്ന് നമ്മളുമായിട്ട് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീരില്ല, POK, ഇതാണ് അവരുടെ ഒരതിർത്തി അറബിക്കടലാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഗദ്ദാർ തുറമുഖമൊക്കെ നിൽക്കുന്ന സ്ഥലം. ഇനി ഇവരുടെ പടിഞ്ഞാറൻ അതിരുണ്ട്. ആ അതിരെന്ന് പറയുന്നത് ഒന്ന് ഇറാനാണ്, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനാണ്.
ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഇറാനെ അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധത്തിൽ പോകുന്നത് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുന്നത്. അതായത് ബലൂചിസ്ഥാനിലെ ഇപ്പുറത്ത് കിടക്കുന്ന നമ്മളും അവരുമായിട്ട് ദോസ്താണ്, അപ്പുറത്ത് കിടക്കുന്നവരായിട്ട് അവരിപ്പോ ദോസ്താണ്. അപ്പോ ബ്രിട്ടീഷുകാര് അങ്ങനെ സ്വതന്ത്രമായി നിൽക്കാൻ കലാത് ഖാനെ അനുവദിക്കുന്നു. അങ്ങനെ ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യ സ്വതന്ത്രമായി നിൽക്കുന്നു. പക്ഷെ കൂർമ്മബുദ്ധിയായ മുഹമ്മദ് അലി ജിന്ന ഇതിനെ എങ്ങനെങ്കിലും തന്റെ ഒപ്പം ചേർക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ നിരന്തരമായ ശ്രമം കൊണ്ട് 1947 അവസാനമായപ്പോഴേക്കും ഇതിൽ പറയുന്ന ഖരൻ, ലാസ്ബേല, മക്രാൻ തുടങ്ങിയ 3 നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാനുമായി ചേർന്നു, അവരുമായി ലയിച്ചു. അപ്പോൾ പിന്നെ അവശേഷിക്കുന്ന ഏതാണ്? ഏറ്റവും വലിയ രാജ്യമായ കലാട്ട് മേഖലയാണ്. കലാട്ട് ഖാൻ അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ പോലും അദ്ദേഹം ഈ ചർച്ച ചെയ്യാനായിട്ട് ലാഹോറിൽ എത്തിയപ്പോൾ, ചരിത്രം പറയുന്ന അങ്ങനെ ലാഹോറിൽ എത്തിയപ്പോൾ ലാഹോറിലെ ജനം ഇദ്ദേഹത്തെ ഒരു രാജാവിനെ പോലെ, കാരണം ഈ അനവധി ഗോത്രവർഗ മേഖലയാണ് ഇതെല്ലാം, ആ ഗോത്ര രാജാവിനെ പോലെ ആ ലാഹോറിലെ ജനം ഇദ്ദേഹത്തെ സ്വീകരിച്ചു. പക്ഷെ ഇദ്ദേഹത്തെ ഒരു ഭരണാധികാരിയായി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി എത്തിയില്ല, ഒഫീഷ്യൽസ് ആരും എത്തിയില്ല. അതായത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു, ഖലാട്ട് കൂടി ചേർത്തുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഇതിലേക്ക് എത്തുക എന്നുള്ളത്. അവിടെയും മറ്റൊരു കാര്യമുണ്ട്. ഈ ഖത്താർ എന്ന് പറയുന്ന, ഈ ഖത്തർ തുർബകം എന്ന് പറയുന്ന ആ പ്രദേശവും ഇവരുടെ ആരുടെയും കയ്യിലല്ലായിരുന്നു, അത് ഒമാൻ ഭരണാധികാരികളുടെ കയ്യിലായിരുന്നു. അന്ന് ഒമാൻ ഭരണാധികാരി ഇന്ത്യയോട് ചോദിച്ചത് നിങ്ങൾക്ക് വേണമെന്ന്. നമ്മുടെ അണ്ണന്മാരുടെ സ്വഭാവം അറിയാമല്ലോ, വേണ്ടാന്ന് പറഞ്ഞു, കൊടുത്തില്ല. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ആ പ്രദേശം. പക്ഷെ ഇവിടെ ഈ കലാട്ട് ഖാൻ മനസ്സിലായി പാകിസ്ഥാൻ തങ്ങളെ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ്. അങ്ങനെ 1948 കലാട്ട് ഖാൻ ബ്രിട്ടീഷ് ഭരണാധികാരികളോട് സഹായം അഭ്യർത്ഥിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ റൂൾ അനുസരിച്ചാണ് ഞങ്ങൾ സ്വതന്ത്രമായി നിന്നത്, ഇപ്പൊ ഞങ്ങളെ പാകിസ്ഥാൻ ആക്രമിക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് ആയുധം തന്ന് സഹായിക്കണമെന്ന്. അപ്പൊ അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞത്, ബ്രിട്ടീഷ് ഭരണകൂടം പറഞ്ഞത്, പാകിസ്ഥാനോട് ആലോചിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതായത് ആയുധം തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതോടുകൂടി കലാട്ട് ഖാൻ കാര്യങ്ങൾ മനസ്സിലാകുകയും കലാട്ട് ഖാൻ ഒടുവിൽ ഈ പാകിസ്ഥാനുമായി ജോയിൻ ചെയ്ത് പോകാൻ തീരുമാനിച്ചു. ജോയിൻ ചെയ്ത് പോകാൻ തീരുമാനിക്കുമ്പോഴും അദ്ദേഹം ചില ആവശ്യങ്ങൾ മുൻപോട്ട് വെച്ചു. അത് അന്ന് ജിന്ന അംഗീകരിക്കേണ്ടിയിരുന്നു. ഇവരെ ഒരു സ്വതന്ത്ര പ്രദേശമായി, ഇവർക്ക് സ്വയം ഭരണാധികാരമുള്ള പാകിസ്ഥാന്റെ അണ്ടറിൽ തന്നെ അവർക്ക് ചില പ്രത്യേക പരമാധികാരമുള്ള ഒരു പ്രദേശമായി തന്നെ നിലനിർത്താനായിട്ട് തീരുമാനിച്ചു. അതാണ് അതിന്റെ സംഭവം. പക്ഷെ പിന്നീട് പാക് ഭരണകൂടത്തിന്റെ ഒരു വലിയ ഭീകരത അവിടെ കാണുകയും 1948 മുതൽ തന്നെ ഈ ബലൂചിസ്ഥാൻ വേണമെന്നുള്ള പ്രക്ഷോഭം ആരംഭിക്കാൻ തുടങ്ങി. ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നങ്ങളല്ലേ. 1948 മുതൽ, സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തന്നെ ഇത് പ്രശ്നം തുടങ്ങിയതാണ്. ഇതാണ് അതിന്റെ ചരിത്രം. അപ്പോ അവരുടേതാണോ എന്ന് ചോദിച്ചാൽ അവരുടേതല്ല. അവർ ബലം പ്രയോഗിച്ച് അതിലേക്ക് ചേർത്ത ഒരു പ്രദേശമെന്ന് പറയേണ്ടി വരും. ഏതായാലും പാകിസ്ഥാന്റെ കൾച്ചറുമായി ഒട്ടും ചേർന്ന് പോകുന്ന ഒരു കൾച്ചറേ അല്ല ഇവരുടേത്. ഇത് ഗോത്രവർഗ മേഖലകളാണ്. ഇവർക്ക് കുറച്ചുകൂടി ചേർന്ന് പോകാൻ പറ്റുന്നത് അഫ്ഗാനുമായിട്ടുമൊക്കെയാണ് ഇവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നത്. കാരണം അതിന്റെ ഒരു ഭാഗമായിട്ടും അതുപോലെ നമ്മുടെ പാക് അധിനിവേശ കാശ്മീരിന്റെ ഭാഗമായിട്ടും ഒക്കെയാണ് ഇവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നത്. മറ്റൊന്ന് ഇവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നത് ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങളുമായി ആ ഒരു കൾച്ചറുമായിട്ടാണ് ചേർന്ന് പോകുന്നത്. അതായത് പാകിസ്ഥാന്റെ ഒരു കറക്റ്റ് കൾച്ചറുമായി ഇവർ ചേർന്ന് പോകുന്നവരുമല്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ ബലൂചിസ്ഥാൻ ആർമിയുടെ ഉദയം. വലിയ രീതിയിൽ തന്നെ ബലൂചിസ്ഥാൻ ആർമി ശക്തമാകുന്നു, നിരന്തര പോരാട്ടങ്ങൾ നടക്കുന്നു. അതിലെ പല ഉദ്യോഗസ്ഥന്മാരെ, ഈ ബലൂചിസ്ഥാൻ ആർമിയുടെ ഉദ്യോഗസ്ഥന്മാരെ ചിലരെയൊക്കെ ഇന്ത്യയിലാണ് ട്രീറ്റ്മെന്റിന് പോയി കൊണ്ടുവരുന്നതെന്ന് പറയാറുണ്ട്. നമുക്കറിയില്ല, അവരിവിടെ വന്നാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് പറയാം. ഇതിനിടയിലാണ് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണം എടുക്കുന്നത്. താലിബാനിനെ ഭരണത്തിൽ കയറ്റുന്നത് പാകിസ്ഥാനാണ്. അന്ന് പാകിസ്ഥാൻ ഒരു ലക്ഷ്യം ഈ ബലൂചിസ്ഥാന്റെ സുരക്ഷിതത്വം കൂടിയായിരുന്നു. അതായത് താലിബാൻ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിലുള്ള പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ അവർ കൂടി ഹെൽപ്പ് ചെയ്യും എന്ന് കരുതിയിരുന്നു. പക്ഷെ പിന്നീട് കഥ മാറുന്നതാണ് നമ്മൾ കണ്ടത്. താലിബാൻ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം എന്തുകൊണ്ടാണ് ഇപ്പൊ പാകിസ്ഥാനിൽ ഈ ആക്രമണം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അവര് പറയുന്ന കാര്യം, ഈ ബലൂചിസ്ഥാനിൽ അവരോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ISIS, ഈ ഖറൈസൻ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഈ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ട് ഖറൈസൻ, ഈ ഖറൈസൻ ഗ്രൂപ്പിനൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് പാക് അധികാരികൾ തന്നെ ISISന് താവളം കൊടുക്കുന്നു ബലൂചിസ്ഥാനിൽ. അങ്ങനെ വന്നാൽ ബലൂചിസ്ഥാൻ ISISന്റെ താവള ഒരു പ്രധാന കേന്ദ്രമായി മാറും, അത് അഫ്ഗാനിസ്ഥാന് തലവേദനയാകും, അതുകൊണ്ടാണ് ഞങ്ങൾ അടിക്കുന്നതെന്നാണ് ഈ അഫ്ഗാനിസ്ഥാൻ പറയുന്നത്, അതായത് താലിബാൻ പറയുന്നത്. അവർക്കൊരു ന്യായം അതാണ്. ഇനി വേറൊരു ഭാഗത്ത് ഇറാൻ കിടപ്പുണ്ട്. അവർ ഇതുവരെ കൈവച്ചിട്ടില്ല. അവര് ആകെ കൈവച്ചിട്ടുള്ളത് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് അടി കൊടുക്കാറുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികൾ കയറുമ്പോഴും അവര്
ബോംബിട്ടും മറ്റുമൊക്കെ അതിനെ തകർക്കാറുണ്ട്. അവരും കരുതിയിരിക്കുകയാണ്. അതായത് ഈ അടി മൂക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായി ഇറാൻ കൂടി കളത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞ് വരിക തന്നെ ചെയ്യും. ഇതാണ് ഇത്. ഉം. അപ്പൊ സ്വാഭാവികമായി ചോദിക്കും, ഇനി ഒരുപക്ഷെ ഇതൊരു സ്വതന്ത്ര രാജ്യമായി മാറിയാൽ പോലും ഇന്ത്യയെ ലയിക്കുകയോ മറ്റോ ചെയ്യില്ല. കാരണം ഇന്ത്യക്ക് അത് ലയിച്ചതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഒരുപാട് മിനറൽസിന്റെ ഒക്കെ കേന്ദ്രമാണ് ഈ ബലൂചിസ്ഥാൻ മേഖലയൊക്കെ. പക്ഷെ ഇന്ത്യക്ക് അത് കിട്ടിയിട്ട് വലിയ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. കുറെ ആൾക്കാരെ കിട്ടും. പക്ഷെ ഇന്ത്യക്ക് കിട്ടേണ്ട ഒരു പ്രദേശമുണ്ട് അതിന്. അത് പക്തൂൺ മേഖലയാണ്, ഖൈബർ പക്തൂൺ അതെ. മേഖലയാണ്. ആ മേഖല കിട്ടിയാൽ ഇന്ത്യക്ക് വലിയ ഗുണമാണ്. പക്ഷെ ആ മേഖല കിട്ടണമെങ്കിൽ ഇന്ത്യക്ക് പാക് അധീനവശ കാശ്മീർ കൂടി പിടിക്കണം. ഒരുപക്ഷെ ഈ അടി മൂക്കുമ്പോൾ ഇന്ത്യ പാക് അധീനവശ കാശ്മീർ സ്വാഭാവികമായി, കാരണം അത് നമ്മുടെ പ്രദേശമാണ്, അത് പാകിസ്ഥാന്റേതും അല്ല, നമ്മുടെ പ്രദേശമാണ്, നമ്മളുടെ ഭാഗം തന്നെയാണ്. അതായത് പിന്നെ നമുക്ക് തന്നെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു, പാകിസ്ഥാൻ അത് വിട്ടുകൊടുക്കാതെ ഒരു സ്വതന്ത്ര പ്രദേശമായി വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടുത്തെ ജനമെല്ലാം കൂടെ ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ തന്നെയാണ് അത്. അങ്ങനെ ഒരു നീക്കം നടക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഈ പ്രശ്നങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പിക്ചർ. അതാണ്. പിന്നെ പാകിസ്ഥാനിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നേരത്തെ മുതൽ തന്നെ ഈ പറയുന്ന ബലൂച്ച് പ്രവിശ്യകളും പാകിസ്ഥാനുമായി അത്ര വലിയ സുഖകരമായ ബന്ധമല്ല. ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലൊക്കെ മിക്കവാറും ഒക്കെ പാക് ഭരണകൂടത്തിന് എതിരെ ഒരുപാട് കലാപങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്ന ഇടമാണ്. നേരത്തെ ധനുഷ് പറഞ്ഞിടയ്ക്ക് കറാച്ചിയും ലാഹോറും ഇസ്ലാമാബാദും മാത്രം അടങ്ങുന്ന ഒരു ഇടം മാത്രമാണ് ഈ പാകിസ്ഥാൻ. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഇല്ല. അപ്പൊ ഒരു സ്വതന്ത്ര രാജ്യവാദം എന്ന് തന്നെ വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അത് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് വരികയും ഈ പഴയ കരാറുകളൊക്കെ പുനഃപരിശോധിക്കുകയോ മറ്റോ ചെയ്യുകയും ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോവുകയും ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി എന്തെങ്കിലും കലാപത്തിലേക്ക് പോകാനുള്ള ശേഷി അവർക്കില്ല. കാരണം സാമ്പത്തികമായി അവർ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തേത് ഭരണകൂടം എന്ന് പറയുന്നത് പേരിന് മാത്രമുള്ള ഒരു ഭരണകൂടം. ഒരു വശത്ത് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന PTIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ, അങ്ങനെ ആകപ്പാട് കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിലും അവരുടെ ഒരു വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ബംഗ്ലാദേശിനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഭയങ്കരം തന്നെയാണ്. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടി. ഇവിടെയാണ് പലരും പറയുന്നത് പാകിസ്ഥാന് ബംഗ്ലാദേശിനെ സഹായിക്കാൻ എത്തും എന്ന്. ബംഗ്ലാദേശിലെ തലയ്ക്ക് ഓളമില്ലാത്തവന്മാർ ചിന്തിക്കുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് വലിയ പരിതാപകരം. കാരണം ഇവിടെ കഞ്ഞി കുടിക്കാൻ ഗതിയില്ല, അവനാണ് അടുത്ത വീട്ടിൽ പോയിട്ട് അവരെ സഹായിക്കാൻ പോകുന്നത്. അതാണ് എന്റെ കൗതുകം. ഏതായാലും ഇപ്പോൾ നടക്കുന്നത് ഒരു രക്തരൂഷിതമായ സമരമാണ്, ഒരു പ്രക്ഷോഭമാണ്. 1948 മുതൽ ആരംഭിച്ച ഒരു പ്രക്ഷോഭമാണ്. ഈ പ്രക്ഷോഭത്തിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഇതൊരു സ്വതന്ത്ര രാജ്യമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരുപക്ഷെ മറ്റൊരു ഗസയായി തന്നെ ചിലപ്പോൾ ഇത് മാറാനുള്ള സാധ്യതകളും ഇതിന് നമുക്ക് കാണുന്നുണ്ട്. ഇത് 1948 മുതൽ തുടങ്ങിയതാണ്. ഇനി ഈ രാജാവ്, ഈ കട്ലാഖാൻ രാജാവ്, ഈ ഭരണാധികാരി കട്ലാഖാൻ അവസാന നിമിഷം ഇന്ത്യയോടും സഹായം ചോദിച്ചിരുന്നു കേട്ടോ. അതുകൂടെ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഇന്ത്യയോട് സഹായം ചോദിച്ചത്, ബ്രിട്ടീഷുകാരോട് സഹായിക്കണം എന്ന് പറഞ്ഞു, അവര് സഹായിച്ചില്ല. ഇന്ത്യയോട് സഹായം ചോദിച്ചിട്ട് ഇന്ത്യ അത് മൈൻഡ് ചെയ്തില്ല. ഈ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറിയാണ് VP മേനോൻ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ആ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യയോട് ചോദിച്ചു. ഈ കട്ലാഖാൻ ഇന്ത്യയോട് ചോദിച്ചതാണ്, ഞങ്ങൾ നിങ്ങളോട് ലയിച്ചോട്ടെ, നിങ്ങളുടെ ഭാഗമായിക്കോട്ടെ എന്ന്. അന്ന് ഇവര് മിണ്ടിയില്ല. കാരണം ഈ പാകിസ്ഥാൻ രൂപീകരിക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾക്ക് വലിയ താല്പര്യമാണ്, നെഹ്റു അടക്കമുള്ളത്. അവർക്കെല്ലാം വാരിക്കോരി കൊടുക്കണമെന്നും അവരെ പുഷ്ടിപ്പെടുത്തണമെന്നുമായിരുന്നു നമ്മുടെ ആഗ്രഹം. ഈ കട്ലാഖാൻ അവസാന നിമിഷത്തിൽ ചോദിച്ചതാണ് ഇന്ത്യയോട് വരട്ടെ എന്ന്, ചെയ്തില്ല. ഗദാർ തുറമുഖം ഒമാൻ ഭരണാധികാരി ഇന്ത്യക്ക് വെച്ച് നീട്ടിയതാണ്, ചെയ്തില്ല. അതായത് നമ്മൾക്ക് ഇതിവിടെ ചിലരുടെയൊക്കെ കുടുംബ സ്വത്ത് കണക്കായിരുന്നു ഈ രാജ്യം കൊണ്ടു നടന്നത്. ചിലർക്കൊക്കെ ഇത് തീരെഴുതി കൊടുക്കുന്നു, ചില വിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകുന്നു, അവർക്കെല്ലാം പോട്ടെ, ഇവിടെ ബാക്കിയുള്ളൂ. പക്ഷെ ഇവരാരും കരുതിയില്ല കാലം മാറുമെന്നും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ ഭരണകൂടങ്ങൾ നിലവിൽ വരുമെന്നും പുതിയ ജനത ഉയർത്തെഴുന്നേക്കുമെന്നും അവർ മനസ്സിലാക്കില്ല. ഇവിടെയൊക്കെയാണ് അന്ന് ഇന്ത്യ ഭരിച്ചവരെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നതും നമ്മളൊക്കെ ചിലപ്പം നെഹ്റുവിനെതിരെയൊക്കെ എന്തെങ്കിലും പറയുന്നു. അല്ലാതെ നെഹ്റുവിനോടുള്ള വിരോധമോ രാഹുൽ ഗാന്ധിയോടുള്ള വിരോധം കൊണ്ടല്ല നെഹ്റുവിനെ നമ്മൾ പറയുന്നത്. നെഹ്റുവിനോടുള്ള അത്രയും വിരോധം ഇന്ദിരാഗാന്ധിയോട് നമുക്കില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അന്നത്തെ ഭരണാധികാരികൾ കാണിച്ചിട്ടുള്ള അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഈ കലാട്ട് ഖാൻ അന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ബലൂചിസ്ഥാന്റെ പ്രവിശ്യ നമ്മുടെ കൂടെ നിന്നേനെ, നമ്മുടെ ഒപ്പം നിന്നേനെ. ഈ പാക് അധീനവശ കാശ്മീർ ഉൾപ്പെടെ അത് നമ്മൾ ചെവിക്കൊണ്ടില്ല. ഗദ്ദാർ തുറമുഖം നമ്മൾ ഇല്ല. എന്നിട്ടാണ് ഇപ്പോഴിരുന്ന് ഇവിടെ കിടന്ന് തള്ളിമറിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാരോട് ഇത്രയും കലിപ്പ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനത്തിന് വരാൻ കാരണം ഇതുകൊണ്ടാണ്. സ്വന്തം കുടുംബം പോലെ തന്നെ ഈ രാജ്യത്തെ കൊണ്ട് നടന്ന് തീരെഴുതി പലർക്കും കൊടുത്തു. അരുണാചൽ പ്രദേശിന്റെ എത്രയോ പ്രദേശങ്ങൾ ചൈന കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് കൊണ്ടുപോയത്. അതിർത്തി പോലും വരയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല.
അത് പോകട്ടെ, അതിനുവേണ്ടി നമ്മൾ ബഹളം ഉണ്ടാക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ ഭരണാധികാരിയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെയും അതെ. ഇച്ചിരിയെങ്കിലും ആർജവം കാണിച്ച് ഇന്ദിരാഗാന്ധിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലായിടത്തും പാക് അധിനിവേശ കാശ്മീർ എന്നേ നമ്മുടെ കൂടെ വന്നേന് ആ ഒരു കരാർ അടിസ്ഥാനത്തിൽ നമ്മുടെ കൂടെ തന്നെ വരാനാണ് കരാറ്. അത് ഇന്ത്യക്ക് വിട്ടുകൊടുക്കണം പിടിച്ചെടുത്ത പ്രദേശം എന്നുള്ളത്. ആ പ്രദേശം നമ്മൾ ഇതുവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിനായിട്ട് ഈ രാജ്യത്തിന്റെ പ്രീണനം നടത്തി എന്ന് മുതൽ, നെഹ്റുവിന്റെ കാലം മുതൽ എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ കലാത്കാനും നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു, ഞങ്ങൾ ലയിച്ചോട്ടെ എന്ന് 48-ലാണ് ചോദിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം നേടി 1 വർഷത്തിന് ശേഷമാണ്. നമ്മുടെ ഉം. വഴിയും അടഞ്ഞു, ബ്രിട്ടീഷുകാരുടെ വഴിയും അടഞ്ഞപ്പോഴാണ് അദ്ദേഹം കീഴടങ്ങേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പം ഒരു ഭരണാധികാരി വന്നിട്ടുണ്ട്, ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരി. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് രാജ്യസ്നേഹമായിരുന്നില്ല, തങ്ങളുടെ കുടുംബം പോലെ കൊണ്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെയാണ് അതെ. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറുത്തു പോകും. അപ്പൊ അതല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കൈപ്പത്തേക്ക് വോട്ട് ചെയ്യുന്നതിന്റെ പേരിലല്ല നെഹ്റുവിന് നമ്മൾ വെറുക്കപ്പെടാൻ കാരണം. ആ ഭരണാധികൾ കാണിച്ചിട്ടുള്ള ഓരോ കൊള്ളരുതായ്മകളാണ്. അതിനകത്ത് ഓരോ കൊള്ളരുതായ്മകൾ എണ്ണി പറയണമെങ്കിൽ നമുക്ക് ഇതേപോലെ 10ഓ 25ഓ എപ്പിസോഡ് നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ ഓരോ വിഷയം വരുമ്പോൾ നമ്മുടെ രാജ്യം അന്നിട്ട് നിലപാട് ചർച്ച ചെയ്യപ്പെടണമല്ലോ. ഇനി മോദിയെ കുറ്റം പറയുന്നവരൊക്കെ അന്ന് കേൾക്കണമായിരുന്നു ഈ കാര്യം. അന്ന് അവർ ചോദിച്ചു, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ കയ്യിലിരുന്നതല്ലേ, കൊടുത്തതല്ലേ. അത് ഇതെല്ലാം വാരിക്കോരി കൊടുക്കണം. എന്നിട്ട് എന്താണ് പറയുന്നത്, സമ്പത്തും കൂടെ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരുന്നല്ലോ. അവർ പുതിയ അതെ. രാജ്യമാണ്, അവർക്ക് ജീവിക്കാനുള്ള പണം കൂടി കൊടുക്കണമെന്നൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഭരണാധികൾ ചെയ്തു കൂട്ടിയത്. എന്നിട്ടാണ് ഇപ്പോൾ വലിയ വീമ്പിളക്കുന്നത്. അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഒരു കുന്തവും ചെയ്തിട്ടില്ല. ചെയ്ത പദ്ധതികളെല്ലാം കുളവുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ ഒരു കാലഘട്ടത്തിൽ അല്പമെങ്കിലും ഒക്കെ ചെയ്ത് ഇന്ദിരാഗാന്ധി മാത്രമായിരുന്നു എന്ന് പറയാം. ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് ഭരണാധികാരി എന്ന നിലയിൽ. പക്ഷെ അവര് കുറച്ചുകൂടെ ഒക്കെ ഒരു രാജ്യസ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ചില സമയങ്ങളിലെങ്കിലും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉം. ഇതാണ് ബലൂചിസ്ഥാന്റെ കാര്യം. അപ്പൊ അവരൊരു സ്വതന്ത്ര രാജ്യമാകുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം ആകാനുള്ള ഒരു രീതിയിലേക്ക് പോകില്ല. ഒരുപക്ഷെ ഇനി അവർക്ക് ആകാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ അഫ്ഗാനും ഇറാനും ഇന്ത്യയും ഇതിനിടയിൽ ചൈനയുമായിട്ട് കൂടി ഒരു ചെറിയ ടൈപ്പിന് അവർ ശ്രമിച്ചാൽ, അത് ഇന്ത്യ വഴിയെ ആ ഉം. ടൈപ്പിന് ശ്രമിക്കാൻ പറ്റത്തുള്ളവർക്ക് നിലവിലത്തെ സാഹചര്യം. ഇന്ത്യ റഷ്യ വഴി ഉം. ചെറിയ ടൈപ്പിന് ശ്രമിച്ചാൽ ഈ ചൈനയ്ക്ക് അവരുടെ ആ ഒരു സ്ഥലം വഴി അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി പൂർത്തിയാക്കാൻ അത് പാക് അധിനിവേശ കാശ്മീരിന്റെ കുറച്ച് ഭാഗവും ചൈനയ്ക്ക് കൊടുക്കേണ്ടി വരും. കൊടുത്തു കഴിഞ്ഞാൽ അതെ. ഇവരെ ഇത്രയും രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവരൊരു സ്വതന്ത്ര രാജ്യമായി വരും. ഇവർ കുറച്ച് സേഫ് ആയാലും ഇവർ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം നിലവിൽ അവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോഴവിടെ നടക്കുന്നത്. ഇതാണ് അതിന്റെ ചരിത്രം. ഇതാണ് നമ്മളുമായിട്ടുള്ള ബന്ധം. എന്തൊക്കെയാണ് ആ രാജ്യം സ്വതന്ത്രമായ നമുക്ക് കിട്ടുന്ന ഗുണം, ഇനി ആ രാജ്യത്തിന് സ്വതന്ത്രമാകുകയാണ്. ഇതാണ് സമഗ്രമായി തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച്. താങ്ക് യു ബിജുട്ടാ. താങ്ക് യു സോ മച്ച്.